കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ തലശ്ശേരി-മായി ബൈപ്പാസ് കഴിഞ്ഞുള്ള അഴിയൂർ വെങ്ങലം റീച്ചിൽ നമ്മുടെ വാഗാടാണ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. ആ റീച്ചിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നന്ദി ബസാറിലാണുള്ളത് കേട്ടോ. നന്ദി ബസാർ മുതൽ നമ്മുടെ മൂരാട് പാലം വരെയുള്ള അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നന്ദി ബസാർ വരുന്ന അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ് വർക്ക്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇരുവശത്തോട്ടും നിലവിലിപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ നന്ദി ബസാർ അണ്ടർ പാസേജ് തൊട്ട് മുമ്പ് ഡൈവേഷൻ വന്നിട്ട് നമ്മുടെ കൊയിലാണ്ടി ടൗണിലോട്ട് പോവുകയാണ്. ഇവിടെ മുതലാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് കൊയിലാണ്ടി ഭാഗത്തൊക്കെ ട്രാഫിക് ബ്ലോക്കുകൾ നമുക്ക് അറിയാവുന്നതാണ് ഇതിലെ കൂടി സഞ്ചരിച്ചവർക്ക്. എന്തായാലും ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി ഇതിനൊരു ട്രാഫിക് ബ്ലോക്കിനൊരു പരിഹാരമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ നന്ദി ബസാറിലുള്ള അണ്ടർ പാസേജ് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നേരത്തെ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടമാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം. അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. നേരത്തെ ഈ മൂന്നുവരിപ്പാത തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫ്രിക്ഷൻ സ്ലാബും RE പാനലൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇരുവശത്തോട്ടും സർവീസ് റോഡ് കൂടി മാത്രമാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെയും സെൻട്രൽ ഡിവൈഡറിൻ്റെയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് റെഡിയാണ്, ഡ്രെയിനേജ് റെഡിയാണ്. ഇനി ഈ ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ വാഗാടിൻ്റെ വർക്ക് അല്പം പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭാഗത്ത് മാത്രമാണ് കേട്ടോ. കൂടാതെ കൊയിലാണ്ടി ബൈപ്പാസിൽ കുഞ്ഞോർമല ഭാഗത്തുള്ള വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ നിലവിലിപ്പോൾ അവർ മണ്ണ് ക്ഷാമം നേരിടുന്നതായി പറഞ്ഞിരുന്നു. നിലവിലവർ മേപ്പൂർ ഭാഗത്ത് മണ്ണെടുക്കാനുള്ള സൗകര്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത് അറിയാം. അപ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കൂടാതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് തന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പാലൂർ ഭാഗത്തുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പാലൂർ കഴിഞ്ഞ് നമ്മുടെ തിക്കോടി ഭാഗമാണ്. നമ്മുടെ തിക്കോടി പഞ്ചായത്ത് ഓഫീസിൻ്റെ ഭാഗം വരെ ഇവിടം വരെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞ ഇടം കൂടിയാണ്. കൂടാതെ ഒരുപാട് അന്യ സംസ്ഥാന വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ വർക്ക് നിലവിലിപ്പോൾ നല്ല പുരോഗതി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന KMC എന്ന കമ്പനി 93% വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നിലവിലുള്ള വാഗാടിൻ്റെ വെങ്ങലം മുതൽ അഴിയൂർ വരെയുള്ള റീച്ചിലെ വർക്ക് പുരോഗതി 60%. എന്തായാലും ഈ വർഷം വർക്ക് പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ല. പൂർണ്ണമായിട്ടും വാഗാടിൻ്റെ വർക്ക് ഫിനിഷാകാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 വർഷം എടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഡൈവേഷൻ വന്നിട്ട് വീണ്ടും സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ പോവുകയാണ്. ഇവിടെ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡിയാവാൻ ബാക്കിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനി ഭാഗങ്ങളിൽ മണ്ണടിച്ച് ലെവലാക്കേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ തിക്കോടി ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. തിക്കോടി അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തിക്കോടി ഭാഗത്തൊക്കെ നമ്മൾ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അവിടെ നാട്ടുകാർ സംഘടിച്ചിട്ട് ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ മഴ വരുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശം കൂടിയാണ്. തിക്കോടി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയാണ് തിക്കോടി പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ വാഗാടിൻ്റെ വർക്ക് നിലവിൽ മണ്ണ് ലഭ്യത കൂടി ലഭിച്ചതോടുകൂടി വർക്ക് നമുക്ക് പല ഭാഗങ്ങളിലും നടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മലബാറിലെ റീച്ച് മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് നമ്മുടെ വാഗാടിൻ്റെ റീച്ച് മാത്രമാണ് കുറച്ച് അല്പം സ്ലോ ആയിട്ടുള്ളത്. അല്പമല്ല, നല്ല രീതിയിൽ സ്ലോ ആയിട്ടുണ്ട്. നമ്മൾ വടകര ഭാഗത്തൊക്കെ വടകര ടൗണിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് അവിടെ യാത്രാ ദുരിതം, വലിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ വടകര ടൗൺ. നമ്മുടെ തിക്കോടി മുതൽ പെരുമാൾപുരം വരെ ആ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വരുമ്പോൾ കണ്ടതാണ്.
അപ്പോൾ വലിയ രീതിയിൽ ഡ്രെയിനേജ് പ്രോബ്ലം അനുഭവിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ സർവീസ് റോഡ് നല്ല താഴ്ചയിലാണ് വരുന്നത്. നേരത്തെ നമ്മുടെ ഈ തിക്കോടി ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. അവർ അത് ക്ലോസ് ചെയ്തതാണ് കാരണം. നിലവിൽ ആ ഡ്രെയിനേജ് ഇവർ തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡ്രെയിനേജിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും റോഡിൽ പൊതുജനങ്ങൾക്ക് പോകാനുള്ള സൗകര്യവും വലിയ രീതിയിൽ ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തിക്കോടി അണ്ടർ പാസേജിൻ്റെ അടിയിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിലവിലിപ്പോൾ വാഹനങ്ങളൊക്കെ ഇരുവശത്തോടും പോകുന്നുണ്ട്. നേരത്തെ ഈ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് വടകര ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തിന് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. നിലവിലെ മണ്ണടിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഈ പെട്രോൾ പമ്പ് ഭാഗത്തൊക്കെ നേരത്തെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടം കൂടിയാണ്. ഇവിടെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. എന്തെന്നറിയുന്നില്ല, ഒച്ച് ഇഴയുന്നത് പോലെയാണ് പല ഭാഗങ്ങളും നമ്മുടെ വാഗാടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ്. നമ്മൾ പെരുമാൾപുരം അണ്ടർ പാസേജ് വരെ ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പെരുമാൾപുരം സ്കൂളിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ സർവീസ് റോഡ് ഡൈവേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ സ്ഥലമേറ്റെടുപ്പ് നടത്താൻ ബാക്കിയുണ്ടാകുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ രണ്ട് ഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ ചെറിയൊരു കൾവേർട്ടിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം താഴ്ന്ന പ്രദേശം കൂടിയാണ്. നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടായിരുന്നു. ഈ മഴക്കാലത്തൊക്കെ മഴ വരുന്നതിന് മുമ്പ് ഈ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഇവർ ശരിയാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നേരിടാൻ, വലിയ രീതിയിൽ ട്രാഫിക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഏറാൻ സാധ്യതയുള്ള പ്രദേശം കൂടിയാണ്. പെരുമാൾപുരം അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നിലവിലിപ്പോൾ നടക്കുകയാണ്. എന്തായാലും തുറന്നു കൊടുത്തിട്ടില്ല. അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും ഇനിയും മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മൾ പയ്യോളി ഭാഗത്തോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തിന് മണ്ണടിച്ച് ഉയർത്തി സെറ്റാക്കാൻ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. നേരത്തെ അടിച്ച മണ്ണാണ്. അതിനുശേഷം ഈ ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നതായിരിക്കും. നിലവിലിപ്പോൾ ഇവിടെ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുറച്ച് ഭാഗങ്ങളായിട്ട് നിലവിലിപ്പോൾ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികൾ പയ്യോളി അപ്രോച്ച് റോഡിൻ്റെ ഭാഗം വരെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് നടന്ന ഇടം കൂടിയാണ് കേട്ടോ. നിലവിൽ സർവീസ് റോഡ് കൂടിയാണ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. എന്തായാലും വടകരയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വടകര MP ഷാഫി നമ്മുടെ നിതിൻ ഗഡ്കരി സാറിനെ കണ്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. വടകര ടൗണിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുമ്പോൾ അവിടെ അലൈൻമെൻറ്റ് ശരിയല്ലാത്തത് കൊണ്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു ക്രെയിൻ പൊട്ടി വീണിട്ടുള്ള അവസ്ഥയും അവിടെ വന്നിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അവിടെയുള്ള യാത്രക്കാർക്ക് വാഹനങ്ങളൊക്കെ പോകും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമ്മളങ്ങനെ പയ്യോളി ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ നെഗറ്റീവ് മാത്രം പറയുകയെന്ന്? നെഗറ്റീവ് അല്ല, നമ്മൾ നടക്കുന്ന സംഭവം പറയുകയാണ്. അപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തി ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പയ്യോളി ടൗണിലുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. പയ്യോളി ടൗണിൽ സമാനമായ രീതിയിൽ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം കൂടിയാണ്. പയ്യോളി അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള ഈ അണ്ടർ പാസേജിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നതിന് മുമ്പ് ഏകദേശം ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന വർക്കാണ്. അതിനുശേഷം കാര്യമായിട്ട് വർക്കൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല.
പൂർണ്ണമായിട്ടും ഈ ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഈ RE പാനൽ വെച്ച് സെറ്റാക്കി ഉയർത്തേണ്ട വർക്കും ഇനി നടക്കാൻ ബാക്കിയുണ്ട്. പയ്യോളി അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ വടകര ഭാഗത്തോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് സെറ്റാക്കാൻ വർക്ക് ബാക്കിയുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോവാണ്. ഈ ഭാഗത്തൊക്കെ വെറ്റ് മിക്സ് കുറച്ച് ഭാഗങ്ങളായിട്ട് അടിച്ച് വെച്ചത് അല്ലാണ്ട് ഈ മണ്ണടിച്ച് ലെവലാക്കിയിട്ടില്ല. പൂർണ്ണമായിട്ടും ഈ ലെവലാക്കുന്ന വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വർക്കേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുറച്ച് ഇടങ്ങൾ മാത്രമാണ് വർക്കുകൾ നടത്തുന്നത്. എന്തായാലും നമ്മുടെ ഐനിക്കാട് ഭാഗത്തും പുതുതായി ഒരു അണ്ടർ പാസേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിങ്ങൽ ഭാഗത്തും പുതുതായി അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പയ്യോളി എക്സ്പ്രസ് PT ഉഷയുടെ ഇടപെടലൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഐനിക്കാട് പള്ളിയുടെ ഭാഗങ്ങളിലായിട്ട് ഒരു അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം അനുവദിച്ചിട്ടുണ്ട്. അവിടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇരിങ്ങൽ ഭാഗത്തും നിലവിലിപ്പോൾ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ പയ്യോളി ഭാഗത്തുള്ള വടകര ഭാഗത്തുള്ള ജനങ്ങൾ എന്തായാലും പ്രതിഷേധങ്ങൾക്കുള്ള ഫലം കണ്ടെത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. 24-ാം മൈലിലുള്ള ദൃശ്യമാണ് കാണുന്നത്. ഈ ഭാഗത്ത് പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞ ഇടം കൂടിയാണ്. നമ്മുടെ ഐനിക്കാട് പള്ളിയുടെ ഭാഗത്ത് വരെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ 3 വരിപ്പാത കൂടി വടകര ഭാഗത്തോട്ട് വാഹനങ്ങൾ പോവുകയാണ് കേട്ടോ. ഇവിടെ തുറന്നു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും. 2 ഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയും വാഹനങ്ങൾ പോവുകയാണ്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ ഏകദേശം ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഇടം കൂടിയാണ്. എന്തായാലും ഈ ഭാഗത്തൊക്കെ നമ്മുടെ വാഗാടിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഐനിക്കാട് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ചെറിയ ഡൈവേഷൻ വന്നിട്ടുണ്ട് സർവീസ് റോഡ്. ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടം വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കുറച്ച് വിഭാഗങ്ങളിലൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഇവിടെ ഇവർ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പയ്യോളി എക്സ്പ്രസിൻ്റെ ഇടപെടലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അണ്ടർ പാസേജ് ഇവിടെ നേടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ സമരം ചെയ്തവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. ഇവിടെ ഈ അണ്ടർ പാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോവുകയാണ്. ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം, സൈഡ് വാളിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഇനി മണ്ണടിച്ച് ഉയർത്തി ലെവലാക്കേണ്ട വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ ഈ RE പാനലുകൾ വെച്ച് സെറ്റാക്കി മണ്ണടിച്ച് ഏകദേശം ആ ലെവലിലേക്ക് എത്തിക്കണം. അപ്പോൾ നേരത്തെ ടാറിങ് കഴിഞ്ഞ ഭാഗമായിരുന്നു. ഇവരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തൊരുമിച്ചാൽ ഏത് കാര്യവും നേടിയെടുക്കാമെന്ന് നമ്മുടെ ഈ പയ്യോളി ഭാഗത്തുള്ള ആളുകൾ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ ഗേഡർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വടകര ഭാഗത്തോട്ടുള്ള ഗേഡർ ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്.
ഇരിങ്ങൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഫലം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഐനിക്കാട് ഭാഗത്തും അടുത്തടുത്ത് 2 അണ്ടർ പാസേജാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നിലവിൽ നിർമ്മാണം നടക്കുകയാണ്. ലേറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ്. ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടം കൂടിയാണ്. അപ്പോൾ പുതുതായി അണ്ടർ പാസേജ് വരുന്നതോടുകൂടി ഈ റോഡ് വീണ്ടും വെട്ടി കീറിയിട്ട് അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അതായത് നമ്മുടെ ഐനിക്കാട് ഭാഗത്തൊക്കെ അണ്ടർ പാസേജ് കഴിഞ്ഞ് ഇനി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. നിലവിൽ വാഗാടിൻ്റെ വർക്ക് നമുക്ക് പലയിടങ്ങളിലും പുരോഗതി കാണാൻ കഴിയുന്നുണ്ട്. വടകര ടൗൺ മാത്രമാണ് ഒരു മെല്ലെപ്പോക്ക്, ആ ഇടങ്ങളിൽ മാത്രമാണ് മല്ലപ്പോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഡൈവേഷൻ വന്നിട്ട് വീണ്ടും 3 വരി പാത കൂടി വാഹനങ്ങൾ പോവുകയാണ് നമ്മളെ വടകര ഭാഗത്തോട്ട്. കൂടാതെ സർവീസ് റോഡ് നേരത്തെ റെഡിയായ ഇടം കൂടിയാണ്. അങ്ങനെ നമ്മൾ മാങ്ങൂൽ പാറ എത്തിയിട്ടാ. ഇവിടെ മുതൽ കുറച്ച് കയറ്റിറക്കുള്ള സ്ഥലമാണ്. ഈ കുന്നുപോലെയുള്ള സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് 6 വരി പാത വരുന്നത് കേട്ടോ. അപ്പോൾ നിലവിലുള്ള റോഡ് കൂടിയാണ് നമ്മളെ വടകര ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത്. നമ്മളെ കോഴിക്കോട് ഭാഗത്തോട്ട് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ കുന്നുള്ള പ്രദേശമായിരുന്നു. ഇപ്പോൾ ഈ വലതുഭാഗത്തുള്ള സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്തിയാണ് വീണ്ടും ഇവരെ മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നിലവിൽ നടക്കുന്നത്. ഇടത് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ വടകര ഓയിൽ മില്ല് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓയിൽ മില്ല് ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അണ്ടർ പാസേജിൻ്റെ ഇനി മുന്നോടിയായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണടിച്ച് സെറ്റാക്കി ഉയർത്തേണ്ട വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് വർക്കുകൾ വെറ്റ് മിക്സിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് JCB ഉപയോഗിച്ച് നിർമ്മാണം നടക്കുകയാണ്. ഇവിടെ 2 ഭാഗത്തെ ചെറിയ കൾവുകെട്ടുകളൊക്കെ വരുന്ന നമ്മൾ മൂരാട് പാലത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കയറുന്ന പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരുപാട് ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ഇവർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റത്തിന് പാളിച്ച വന്നാൽ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കെടുക്കാനുള്ള സാധ്യതയുള്ള പ്രദേശം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ മഴ കാലത്തൊക്കെ നമ്മൾ ഈ അണ്ടർപാസിൻ്റെ താഴെയായിട്ട് വെള്ളം കെട്ടിക്കിടന്ന് സർവീസ് റോഡിലൊക്കെ ചളിയൊക്കെ ആയിട്ട് വാഹനങ്ങൾ പോകാൻ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ജനങ്ങൾക്കും ജനങ്ങൾക്കും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും നിലവിൽ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് 1, 2, 3 ലെയറായിട്ട് ഇവിടെ RE പാനൽ വെച്ച് മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണടിച്ച് ഉയർത്തി സെറ്റാക്കിയിട്ടുണ്ട്. വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തായിട്ട് കമ്പികൾ കെട്ടിയിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. കൂടാതെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ നമ്മൾ മൂരാട് പാലത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വാഗാടിൻ്റെ വർക്ക് ഇവിടം വരെയാണ്. ഇവിടം മുതൽ 2.5 കിലോമീറ്റർ E5 എന്ന കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്ത് നടത്തിയത്. നമ്മുടെ വാഗാട് പുതിയ പാലത്തിൻ്റെ വർക്കൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ.